ഇതിൽ താങ്കൾക്ക് ഒരു വിവേചനം നോക്കി ഇതിൽ ഏതൊക്കെയാണ് കോടതിയലക്ഷ്യ നടപടികളിലേക്ക് നീങ്ങേണ്ടത് എന്ന് വിലയിരുത്താനാകുമോ പുറമേ നിന്ന് ഒരു നിയമ വിദഗ്ധൻ എന്നുള്ള നിലയിൽ? ജനറൽ കോമൻസ് ആണ് മറ്റേതൊക്കെ. ഇതങ്ങനെയല്ല. ഇത് ആ പ്രത്യേക ജഡ്ജിമാരെ പറ്റി വളരെ നീചമായ ഭാഷയിൽ അവർക്ക് വിവരമില്ല, റിസൈൻ ചെയ്തിട്ട് ഇറങ്ങിപ്പോകണം എന്നൊന്നും ഇതുവരെ ആരും പറഞ്ഞു. ഇവിടെ ശ്രീ ഗോവിന്ദഭരതന്റെ ശ്രദ്ധയിൽ പെട്ടുണ്ടോന്ന് എനിക്കറിയില്ല. തോമസ് പ്രഥമൻ ബാവ തന്നെ അദ്ദേഹം പ്രഥമനായതിനു ശേഷം ഇമ്മീഡിയറ്റ്ലി ദറാഫ്റ്റർ ജവഹർലാൽ ഗുപ്ത ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന സമയത്താണ് എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം നടത്തിയ ഒരു പരാമർശം അന്ന് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ശങ്കർ സുബ്ബന്റെ ബെഞ്ചിൽ നിന്ന് പാത്രിയാർക്കീസ് വിഭാഗത്തിന് വിപരീതമായ ഒരു ജഡ്ജ്മെന്റ് വന്നപ്പോൾ പറഞ്ഞു. ഇദ്ദേഹം വക്കീലായിരുന്ന കാലത്ത് ഓർത്തഡോക്സ് സഭയുടെ കേസുകൾ വാദിച്ചിരുന്ന ആളാണ്. ജഡ്ജി ആയി കഴിഞ്ഞപ്പോഴും അദ്ദേഹം അതേ പ്രവൃത്തി തന്നെ ചെയ്യുകയാണ്. പ്രഥമൻ ബാബ ഉപയോഗിച്ച അതേ വാക്കുകൾ ഞാൻ ഓർമ്മയെന്ന് പറയാം. ഇദ്ദേഹം വക്കീലായിരുന്നപ്പോഴോ നീതി ചെയ്യാൻ വിസമ്മതിച്ചു. ജഡ്ജി ആയപ്പോഴെങ്കിലും നീതി ലഭിക്കും എന്ന് നാം കരുതി. അതും അസ്ഥാനത്താണെന്ന് തെളിഞ്ഞു. ഇതുപോലെയുള്ള ന്യായാധിപന്മാർ മേൽക്കോടതിക്ക് അപമാനകരമാണ് എന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഓർത്തഡോക്സുകാർ അതിനെതിരായിട്ട് ഇദ്ദേഹത്തിനെതിരെ കോടതിയലക്ഷ്യ നടപടി എടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി കൊടുത്തു. ആ ഹർജി ഡിവിഷൻ ബെഞ്ച് ഇതിൽ കോടതിയലക്ഷ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇത് ഉണ്ടായ സംഭവമാണ്. ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടാവും, തോമസ് പ്രഥമനും ഓർമ്മയുണ്ടാവും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റിസ് ശങ്കർ സുബ്ബന്റെ പേരെടുത്ത് പറഞ്ഞ് ഈ രീതിയിലുള്ള പരാമർശം നടന്നു. അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതൻ, അതിനുകൂടി താങ്കളുടെ വീക്ഷണം അവതരിപ്പിച്ച് നമുക്ക് തൽക്കാലം ഇത് അവസാനിപ്പിക്കാം. ഏതെങ്കിലും ഒരു പ്രത്യേക കാരണത്തിൽ ഹൈക്കോടതി ആക്ഷൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രത്യേക കേസിൽ ആക്ഷൻ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, ഇദ്ദേഹത്തെ പറഞ്ഞ രീതി, പറഞ്ഞ കാര്യങ്ങൾ, അത് പിന്നെ യാതൊരു അപ്പോളജി ഇല്ലാതെ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൾസ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് എവിഡൻസ് കൊടുപ്പിച്ചത്, ഇതൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ശ്രീ ജയരാജൻ പറയുന്ന ആള് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഹൈക്കോടതിയുടെ ബേസിസ് തകർന്നിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ നീതി നോക്കിയിട്ട് യാതൊരു വഴിയുമില്ല പാവപ്പെട്ട ജനക്കാർ. ബാക്കി എല്ലാ വിങ്സും പോലെയല്ല. ജുഡീഷ്യറിയെ പറ്റിയിട്ട് ഇങ്ങനെ അറ്റാക്ക് വന്നാൽ ഇങ്ങനെയുള്ള ഒരു സ്ട്രോങ് മെസ്സേജ് കൊടുക്കണമെന്നാണ് എന്റെ ഫൈനൽ ഒപ്പീനിയൻ. അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സംസാരിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, EP ജയരാജൻ, വൈക്കം വിശ്വൻ, PT തോമസ്, ഒപ്പം തന്നെ ശിവദാസൻ നായർ MLA, വളരെ നന്ദി. 9 മണിക്ക് ഈ